അങ്കമാലി കറുകുറ്റിയിലെ 3 വയസ്സുകാരൻ ഡാനി അവന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന സമയം. രാവിലെ തന്നെ സമ്മാനമായി കിട്ടിയ പുത്തനുടുപ്പും കളിപ്പാട്ടവുമൊക്കെ കുഞ്ഞനിയത്തെ കാണിക്കാൻ ഓടി വന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണ്. അവൻ ഇപ്പോഴും ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല. അമ്മൂമ്മയ്ക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന 6 മാസം പ്രായമുള്ള അവന്റെ സഹോദരി കഴുത്തറുത്ത് ചോരയൊലിച്ച് കിടക്കുന്നു. ആന്റണി റൂത്ത് ദമ്പതികളുടെ മകൾ ഡെൽന മരിയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അമ്മൂമ്മ ആശുപത്രിയിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വിഷാദരോഗത്തെ തുടർന്നുള്ള വിഭ്രാന്തിയാകാം കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. അമ്മൂമ്മയുടെ അടുത്ത് ഉറങ്ങാൻ കിടന്ന കുട്ടിയാണ് കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത്. മാതാപിതാക്കൾ ഉൾപ്പെടെ വീട്ടിലെ മുഴുവൻ പേരും ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ കരച്ചിൽ കേട്ടെത്തുമ്പോഴാണ് കഴുത്തിൽ നിന്ന് രക്തമൊഴുകുന്ന നിലയിൽ കണ്ടെത്തിയത്. വീട്ടുകാരുടെ നിലവിളി കേട്ട് സമീപത്തുള്ളവർ ഓടിയെത്തി. പെട്ടെന്ന് ഒളിവിളി കേട്ട് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആയതുകൊണ്ട് സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെന്തോ അത്താപത്തെന്ന് വെച്ച് ഓടി ചെന്നത്. ചെല്ലുമ്പോൾ കൊച്ചിൻ്റെ അച്ഛനിങ്ങനെ മാറോടടക്കി പിടിച്ചേക്കാണ്. അപ്പോൾ കൊച്ചിൻ്റെ തല ബാക്കിലൊക്കെ ഭയങ്കര ചോര ഉണ്ട്. അപ്പോൾ ആ പാട്ടാണെന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഞാനോട് തിരിച്ചു വന്ന് വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി ചെയ്തത്. ഇവിടെ നിന്ന് അച്ഛനും അമ്മയും കൂടി വണ്ടിയിൽ കയറി വന്ന് കൊച്ചിൻ്റെ അവരിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്ത് ഒന്നും ഒളിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു CPR കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 9:30 കഴിഞ്ഞ് വെച്ച്. കൊലപാതകത്തിന് പിന്നിൽ കുഞ്ഞിന്റെ അമ്മൂമ്മയാണ് പോലീസ് സംശയിക്കുന്നത്. ദേഹാസ്വസ്ഥതയെ തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സോഡിയം കുറയുന്നതുൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള അമ്മൂമ്മ വിഷാദ രോഗത്തിനുള്ള മരുന്ന് കഴിക്കുന്നതായാണ് വിവരം. ഈ കുട്ടിയുടെ അമ്മൂമ്മയെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ അബോധാവസ്ഥയിൽ മൂപ്പിലൊരു ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വീട് നിലവിൽ പോലീസ് സീൽ ചെയ്തു. കുട്ടിയുടെ അപ്പനെയും അപ്പൂപ്പനെയും പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. നിലവിൽ കുട്ടിയുടെ മൃതദേഹം ഇപ്പോഴുള്ളത് കറുകുറ്റിയിലെ അപ്പോളോ ഹോസ്പിറ്റലിലാണ് നിലവിലുള്ളത്. മകളെ കൂടാതെ 3 വയസ്സ് പ്രായമുള്ള ഒരു മകൻ കൂടിയുണ്ട് ആന്റണി റൂത്ത് ദമ്പതികൾക്ക്. റൂത്തിന്റെ മാതാപിതാക്കൾക്കൊപ്പം 10 വർഷത്തിലധികമായി ഇവർ കറുകുറ്റിയിലാണ് താമസിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി.